ഹായ്, എൻ്റെ പേര് ബാസിൽ മുഹമ്മദ്. ഞാനിപ്പോൾ IIT മദ്രാസിലെ 4 ഇയർ BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സെക്കൻഡ് ഇയർ ജസ്റ്റ് കഴിഞ്ഞ് തേർഡ് ഇയറിലേക്ക് കിടക്കാൻ പോകുന്നു. ഇത് ഒരു മോട്ടിവേഷണൽ വീഡിയോയോ അതോ സക്സസ് സ്റ്റോറിയോ അങ്ങനെയൊന്നും എനിക്കറിയില്ല. പക്ഷേ ഒരു 15 കണ്ട ഒരു വലിയൊരു സ്വപ്നം ഉണ്ടായിരുന്നു IIT മദ്രാസിൽ പഠിക്കാന്നുള്ളത്. അത് എനിക്ക് എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഇമേജ് ഉണ്ടായിരുന്നു. പല സമയത്തും ഞാൻ ഉറങ്ങുമ്പോഴും ഉറങ്ങാതെയൊക്കെ ഇരുന്ന് കാണുന്ന ഒരു വലിയൊരു സ്വപ്നം. പക്ഷേ എനിക്ക് അതിൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്കത് മര്യാദയ്ക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. ജസ്റ്റ് അഡ്വാൻസ് ക്ലിയർ ചെയ്തു. പക്ഷേ അത്യാവശ്യം IIT കിട്ടുന്ന ഒരു റാങ്ക് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ബിറ്റ്സൊക്കെ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു. എനിക്കും ബിറ്റ്സ് ബിലാനെ കിട്ടുമായിരുന്നു. പക്ഷേ നമ്മൾ ഇത്ര നാൾ കണ്ട ഒരു സ്വപ്നം നമ്മുടെ ലൈഫിൽ ഇനി ഒരിക്കലും കിട്ടാതിരിക്കുമ്പോൾ ഒരു ഭയങ്കര വിഷമമല്ലേ. അതിനി ഒരിക്കലും അത് പറ്റില്ല, സാധിക്കില്ല. ഇനി പറ്റുമെങ്കിൽ തന്നെ ഒരു നമുക്ക് PhD ഒക്കെ എടുക്കണം. പക്ഷെ അതൊക്കെ ഇനി പറ്റുമോ അങ്ങനെയൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ആ സാഹചര്യത്തിൽ ഞാനൊരു വലിയ ഡിസിഷൻ എടുത്തു. 1 വർഷം എന്നുള്ളതിനേക്കാൾ ഉപരി എൻ്റെ ലൈഫിൽ ആ കണ്ട സ്വപ്നം എന്തായാലും നേടണം എന്ന് ആ തീരുമാനം ഞാൻ എടുത്തു. എൻ്റെ പേരൻസ് എന്നെ നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഞാൻ ബ്രില്യൻറ്റിൽ പോയപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ പോയൊരു പ്രോസസ്സ് അല്ലായിരുന്നു. അതുവരെ എൻ്റെ സ്റ്റഡി പ്രോസസ്സ് അല്ലെങ്കിൽ എൻ്റെ ഒരു ടൈം ടേബിൾ ഞാൻ തന്നെ സെറ്റ് ചെയ്ത് ഇത് ഈ ഒരു 3 ദിവസം കൊണ്ട് ഇപ്പോൾ ഈ കോംപ്ലക്സ് നമ്പർ അല്ലെങ്കിൽ ഏതൊരു ചാപ്റ്റർ ആയാലും അത് തീർക്കുക. അപ്പോൾ ആ തീർക്കാൻ വേണ്ടി ഞാൻ നോക്കുമ്പോഴത്തേനും ഒരു 5-6 ബുക്ക് എവിടെന്നെങ്കിലും ലൈബ്രറിയിൽ നിന്നൊക്കെ എടുക്കും. അത് കഴിഞ്ഞ് ആദ്യത്തെ ദിവസം ഒരു വലിയ ബുക്കായിരിക്കും എടുക്കുക. അപ്പോൾ അത് ഒട്ടും തീരത്തില്ല. അപ്പോൾ അടുത്ത ദിവസം വേറെ ബുക്ക് എടുക്കും. അത് കഴിഞ്ഞ് 3-ാമത്തെ ദിവസം അതിലെ ഏറ്റവും ചെറിയ ബുക്കായിരിക്കും. അവസാനം ഞാനിത് പോഷൻ തീർക്കാൻ വേണ്ടി എന്താ ചെയ്യുക, ഓടിച്ചിട്ടിട്ട് എന്തൊക്കെയോ ചെയ്യും. മര്യാദയ്ക്ക് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു രീതിയല്ലായിരുന്നു. ബ്രില്യൻ്റ് എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ റൂംമേറ്റ് ആയിരുന്നു. ഇപ്പോൾ അവൻ എൻ്റെ കൂടെ IIT മദ്രാസിലുണ്ട്. അതിൻ്റെ പേര് ഞാൻ പറയത്തില്ല. എന്നാലും അവൻ എന്നോട് പറഞ്ഞു, ജസ്റ്റ് ഈ ബ്രില്യൻ്റ് പ്രോസസ്സിനെ നമുക്കൊന്ന് വിശ്വസിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ജസ്റ്റ് ബ്രില്യൻ്റിനെ വിശ്വസിച്ചു, അവനെ വിശ്വസിച്ചു. ബ്രില്യൻ്റിൻ്റെ ആ ഒരു പ്രോസസ്സിൽ ഞാൻ എത്രത്തോളം വിശ്വസിച്ചോ, അതിൽ എത്രത്തോളം ഞാൻ നീതി പുലർത്തിയോ, അതാണ് എൻ്റെ സക്സസ്. എൻ്റെ ഈ റാങ്ക് അതെല്ലാം സിഗ്നിഫൈ ചെയ്യുന്നതാണ്. ഞാൻ എത്രത്തോളം അതിന് കള്ളത്തരം കാണിച്ചിട്ടുണ്ടോ അത്രത്തോളം എൻ്റെ റാങ്ക് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്ന പ്രോസസ്സിൽ നിങ്ങൾ എത്രത്തോളം സത്യസന്ധത പുലർത്തുന്നോ അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബെസ്റ്റ് റാങ്ക് അത് കിട്ടും. എത്രത്തോളം നിങ്ങൾ അതിൽ വെള്ളം ചേർക്കുന്നുണ്ടോ അതിനനുസരിച്ച് അത്ര പെർസെൻറ്റേജ് നിങ്ങളുടെ റാങ്ക് കുറയാൻ ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ പറഞ്ഞില്ലേ, അതായത് എനിക്കിപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒരു നീണ്ട ഓൺലൈൻ സെമിസ്റ്റർ എഞ്ചിനീയറിങ് ഓൺലൈനായിട്ട് പഠിക്കുന്നത് എൻ്റെ ഒരു വിരോധാഭാസം ഉണ്ടല്ലോ, അതായിപ്പോൾ സംഭവിക്കുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഇപ്പോൾ ഓൺലൈൻ എക്സാംസ് നടക്കുന്നത്. കഴിവ് ഉണ്ടെങ്കിൽ അവർ ഓൺലൈൻ എക്സാം ഇടില്ല, പക്ഷെ അവർക്കും വേറെ മാർഗ്ഗമില്ല. അപ്പോൾ അങ്ങനെ ഓൺലൈൻ എക്സാം ഒക്കെ ആയിട്ട് പോവുകയാണ്. അപ്പോൾ എനിക്കറിയാം ഈ ഒരു സമയത്ത് പഠനം എത്ര പാടാണ്, എത്ര മടി പിടിച്ചാലാണ്. പിന്നെ വീട്, അതിൻ്റെ ഡിസ്ട്രാക്ഷൻസ്, നമ്മുടെ കൂടെ കൂട്ടുകാരില്ല, ചില എക്സാംസ് നമുക്ക് എഴുതണമെന്ന് തോന്നുകയില്ല, മടുപ്പുണ്ടാവും. അതൊക്കെ വളരെ സാധാരണമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് സാധാരണമായിട്ടുള്ള ശ്രമിച്ചു. നിങ്ങൾ ഒരിക്കലും സാധാരണമായിട്ട് ശ്രമിച്ചത് ആയിട്ട് ചിന്തിക്കുന്നു. നിങ്ങൾ ഇന്ത്യയിൽ ടോപ്പ് 1% എത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്, അല്ല എത്തേണ്ട ആൾക്കാരാണ്. അപ്പോൾ ആ രീതിയിൽ ചിന്തിക്കണം. ഈ വർഷത്തെ എക്സാം അല്ലെങ്കിൽ ഈ വർഷം കഴിഞ്ഞ വർഷങ്ങളുടെ എക്സാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടികൾക്ക് കൂടുതൽ ഒരു റിസൾട്ട് കിട്ടുന്ന വർഷങ്ങളാണ്. കാരണം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരുപാട് ടൈം എടുക്കും എന്ന് പറഞ്ഞാൽ പഠിക്കാൻ കുറച്ചുകൂടെ ടൈം എടുക്കുന്ന, വളരെ പതിയെ പഠിക്കുന്ന കുട്ടികളുണ്ടായിരുന്നു. താരതമ്യേന അത്ര പഠിക്കാൻ സമയം വേണ്ടാത്ത, എന്നാൽ അത്ര നേരം എഫേർട്ട് ഇടാൻ വയ്യാത്ത മറ്റൊരു വിഭാഗമാണ്. അപ്പോൾ ഈ രണ്ടാമത് പറഞ്ഞ ആൾക്കാർക്ക് കുറച്ചുകൂടെ പാടായിട്ടും കൂടുതൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കൂടുതൽ റിസൾട്ട് തരുന്ന ഒരു വർഷമായിരിക്കും ഈ വർഷം. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ കൂടുതൽ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾ കൂടുതൽ എഫേർട്ട് ഇടുക. ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു സ്വന്തം. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ഒരുപാട്
കാഴ്ചപ്പാടുകളാണ്, ഒരുപാട് സ്വപ്നങ്ങളാണ് IIT കുറിച്ച്. എങ്ങനെ അവിടെ എത്താം, നിങ്ങളുടെ ലൈഫ് എന്തായിരിക്കണം, മുമ്പോട്ടുള്ള അവിടെ നിന്ന് നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് എങ്ങനെ ബിൽഡ് ചെയ്യണമെന്നാണ് ആ സ്വപ്നം നിങ്ങളുടെ മനസ്സിലുണ്ടാകും. എന്നെ ഓരോ ദിവസവും എനിക്ക് മടുപ്പുണ്ടാകുമ്പോഴും, ഒരു എക്സാമിന് റാങ്ക് പറയുമ്പോഴും, അല്ലെങ്കിൽ ഭയങ്കര വേറെ എന്തെങ്കിലും ഒരു ജീവിതത്തിലെ വേറെ പ്രശ്നങ്ങളും ഒക്കെ ഒരുപാട് എല്ലാവർക്കും പേഴ്സണലായിട്ടുള്ള വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മളെ വിഷമിപ്പിക്കുമ്പോഴും അതിൽ നിന്ന് നമുക്ക് ഒരു മാറ്റം വന്ന് നമ്മളെ പഠിക്കാൻ ബുക്കിന് മുമ്പിൽ കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു എക്സാം എഴുതുന്നെങ്കിൽ ആ ഒരു മാക്സിമം കോൺസെൻട്രേഷനോടെ നമ്മളെ അവിടെ ഇരിക്കുന്നത് ആ സ്വപ്നങ്ങളാണ്. ആ സ്വപ്നം എത്രത്തോളം ക്ലിയർ ആണോ, എത്രത്തോളം നമ്മളെ ഫോഴ്സ് ചെയ്യുന്നു, അതാണ് നമ്മുടെ വിജയത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ നിങ്ങൾ ആ ഒരു എഫേർട്ട് വേണം, അത്രത്തോളം എഫേർട്ട് ഇട്ടാൽ മാത്രമേ ഈ വർഷങ്ങളിൽ കിട്ടുള്ളൂ. കാരണം ഇന്ത്യ മുഴുവനുള്ള കുട്ടികൾ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നിങ്ങളും അതിനനുസരിച്ചുള്ള എഫേർട്ട് വേണം. ഈ വീഡിയോയിൽ നിങ്ങൾ പ്രധാനമായിട്ട് പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല. നിങ്ങൾക്ക് ഈ സ്വപ്നം, നിങ്ങളുടെ ആ ഒരു സ്വപ്നത്തിന് ക്ലിയർ പിക്ചർ തരുന്നുണ്ട്. സോ ഞാൻ IIT മദ്രാസിനെ കുറിച്ച് എനിക്ക് കുറച്ചതാണ്. ഞാൻ IIT മദ്രാസിൽ ഫസ്റ്റ് പോയത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ പേരൻസായിട്ട് പോയി. ഞങ്ങൾ ഈ കിട്ടിയ IIT മദ്രാസ് മെക്കാനിക്കൽ എഞ്ചിനീയർ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പോയി. അവിടെ പോയി ഒരു ഇനീഷ്യൽ രജിസ്ട്രേഷൻ പ്രോസസ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് അവിടെ ചെന്ന് ഇറങ്ങി ഞാൻ അകത്തേക്ക് ചെന്നപ്പോൾ എന്നേക്കാൾ കൂടുതൽ സന്തോഷം എൻ്റെ പേരൻസിനായിരുന്നു. അവർ അങ്ങനെ ഓടി നടന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അവർ ഭയങ്കര പ്രൗഡായിരുന്നു. ആ ദിവസമാണ് ഞാൻ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടി, എന്തോ എന്നെക്കുറിച്ച് തന്നെ നമുക്ക് ഒരു അഭിമാനമൊക്കെ ഉണ്ടല്ലോ. അതൊരു വല്ലാത്ത ഡിഫറൻസ് ഫീലിംഗ് ആയിരുന്നു. IIT എന്ന് പറയുന്ന ഒരു സ്ഥലം ഏറ്റവും കൂടുതൽ സ്പെഷ്യലാണ് എപ്പോഴാണ് അറിയാം, അത് നിങ്ങൾക്ക് തരുന്ന ഓപ്പർച്യൂണിറ്റീസ് ആണ്. നിങ്ങൾക്ക് ഒരു എൻജിനീയറിംഗ് ഗ്രാജുവേറ്റ് മാത്രമാവാൻ ആഗ്രഹമുണ്ടോ? ആവാം. നിങ്ങൾക്ക് ഒരു റിസർച്ച് ഓറിയൻറ്റഡ് ആണോ നിങ്ങളുടെ ആഗ്രഹം? ആവാം. നിങ്ങൾക്ക് ഒരു റിസർച്ചാണ് താല്പര്യമെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും ഒരു പ്രൊഫസറിനോട് പോയി അവരുടെ റിസർച്ചിൻ്റെ ഭാഗമാകുക. അതിനനുസരിച്ച് നിങ്ങൾക്ക് നല്ല പ്രൊജക്ട്സ് കിട്ടും. ഭാവിയിൽ നിങ്ങൾക്ക് ഫോറിൻ ഇന്റേൺഷിപ്സ് പോവാം, സെമസ്റ്റർ എക്സ്ചേഞ്ച്. ഇതൊക്കെ നമ്മുടെ ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിന് സ്വപ്നം കാണാൻ പറ്റാത്ത കാര്യങ്ങളാണ്. പക്ഷെ IIT നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന അതുപോലത്തെ വലിയ വലിയ ഇതാണ്. നിങ്ങളുടെ ആ സ്കെയിൽ IIT തന്നെ ഉയർത്തുക ചെയ്യുന്നതോടെ. ഇനി എഞ്ചിനീയറിംഗിന് വേണ്ടി മാത്രം, അതായത് നിങ്ങൾ ഈ ഒരു എൻട്രൻസിന് വേണ്ടി നിങ്ങൾ മാറ്റിവെച്ച കുറേ കാര്യങ്ങളാണ്. നിങ്ങളൊരു നല്ല പാട്ടുകാരനായിരിക്കും, നല്ലപോലെ കഥ എഴുതുന്ന ആളായിരിക്കും, നല്ലപോലെ ഡാൻസ് ചെയ്യുന്ന ആളായിരിക്കും, നല്ലപോലെ അഭിനയിക്കുന്ന ആളായിരിക്കും, എന്തോ ആയിക്കോട്ടെ. അല്ലെങ്കിൽ നിങ്ങൾ ഒരു നല്ല അത്ലറ്റ് ആയിരിക്കും, നല്ല ഫുട്ബോളർ ആയിരിക്കും, നല്ലതായിട്ട് ക്രിക്കറ്റ് കളിക്കുന്ന, ഹോക്കി കളിക്കുന്ന ആളായിരിക്കും. ഇതിനെല്ലാം IIT നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. കോടികളാണ് അവിടുത്തെ സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ നിങ്ങളുടെ ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെന്റിന് ഏറ്റവും പറ്റിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് IIT എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവോൾവ് ചെയ്ത് ഈ 4 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു ഫിലിം മേക്കറായിട്ടായിരിക്കും അവിടെ നിന്ന് ഇറങ്ങുന്നത്. യുനോ. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളുടെ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ് നിങ്ങൾക്ക് ഇപ്പോൾ അറിയില്ല. നിങ്ങൾ ഒരു ലേറ്റ് ടീനേജേഴ്സിലുള്ള ആൾക്കാരാണ്, പക്ഷെ ഒരു ഏർലി 20s ഇപ്പം എന്നെ പോലുള്ള ആൾക്ക് നമ്മൾ ഒരു യഥാർത്ഥ ക്യാരക്ടർ അല്ലെങ്കിൽ യഥാർത്ഥ മനുഷ്യനാകുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പോഷർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ പിയേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ പേഴ്സ്പെക്റ്റീവ്സ് ബിൽഡ് ചെയ്യാൻ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് ആ കാര്യത്തിൽ IIT പ്രൊവൈഡ് ചെയ്ത എൻ്റെ കൂട്ടുകാർ അല്ലെങ്കിൽ എൻ്റെ അവിടുത്തെ കൊളീഗ്സ് അവരെനിക്ക് എന്നെ സ്വാധീനിച്ചിട്ടുള്ളത് എനിക്കറിയില്ല. ഞാൻ എത്രത്തോളം ഞാനൊരു നിങ്ങളുടെ ഏജ് ആയപ്പോൾ എങ്ങനെയായിരുന്നു ചിന്തിച്ചത്, ഞാൻ ഇപ്പം ചിന്തിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. ഭയങ്കര വ്യത്യാസമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് കൾച്ചേഴ്സിൽ ജീവിച്ച് കുറെ മറ്റ് നാടുകളിൽ ജീവിക്കുന്ന ആൾക്കാരുടെ പേഴ്സ്പെക്റ്റീവ്സ്, അവർ ലോകത്തെ എങ്ങനെ കാണുന്നു എന്നൊക്കെ അറിയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം കാണുന്ന നിങ്ങളായിരിക്കത്തില്ല അപ്പോൾ ഉള്ളത്. യു ബിക്കം എ ബെറ്റർ മാൻ. അപ്പോൾ ഇത് എല്ലാം
അതായത് ഒരു മനുഷ്യനെന്ന നിലയിൽ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആക്കാനുള്ള എല്ലാ കാര്യങ്ങളും IIT പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി IIT ലൈഫിന്റെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ഭാഗത്തേക്ക് കിടക്കാം. അതായത് ഞാനൊരു പിക്ചർ നോക്കിയാൽ IIT മദ്രാസ് എന്ന് പറയുന്നത് ഒരുപാട് നല്ല പച്ചപ്പും നല്ല തടിയും മരങ്ങളും അതേപോലെ തന്നെ മാനും കുറച്ച് കുറുമ്പ കുരങ്ങളും മയിലും ഒക്കെയുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഒരു രാത്രി 8-9 മണിയാവും. ഞങ്ങൾക്ക് ക്ലാസ് ഒരു 2 മണിക്കൊക്കെ കാണത്തുള്ളൂ, 2 മണി വരെയൊക്കെ കാണത്തുള്ളൂ. അത് കഴിഞ്ഞ് ലാബൊക്കെ ഉണ്ടെങ്കിൽ ഒരു 4 മണി വരെ. അത് കഴിഞ്ഞ് രാത്രിയൊക്കെ മിക്കവാറും ഫ്രീ ആയിരിക്കും. എന്തെങ്കിലും PR വർക്ക്സോ അതുപോലെ ക്ലബ് ആക്ടിവിറ്റീസോ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഇല്ലെങ്കിൽ മിക്കവാറും ദിവസങ്ങളിലും എക്സാം ഇല്ലാത്ത ദിവസങ്ങളിൽ ഭയങ്കര ഫ്രീ ആയിരിക്കും. അപ്പോൾ ഈ ചെന്നൈ ക്ലൈമറ്റിന്റെ ഒരു വിഭിന്നമായിട്ട് ഈ മരങ്ങളുടെ ഇടയിൽ നല്ല തണുപ്പ്, നല്ല തണുപ്പെന്ന് പറഞ്ഞ ഒരു സുഖമുള്ളൊരു തണുപ്പ്. അവിടെ ഞങ്ങളുടെ ഗജേന്ദ്ര സർക്കിളിൽ നിന്ന് ഡൽഹി അവന്യൂവിലേക്ക് നമ്മുടെ കൂട്ടുകാരൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ഇഷ്ടമുള്ള കാര്യങ്ങളും കുറച്ച് ഗോസിപ്സും പിന്നെ എന്തൊക്കെയൊക്കെയോ എന്തോ ഭയങ്കര റാൻഡമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് നടന്നു പോകുന്ന ഒരു ഫീലുണ്ട്. ഇപ്പോഴും അതിനുവേണ്ടി ഞാൻ ജീവിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അടുത്ത 2 വർഷം ഈ വാക്സിനേറ്റഡൊക്കെ ആയി ലോകമൊക്കെ ഭയങ്കര സമാധാനമായി ഞാൻ അവിടെ ചെന്ന് എൻ്റെ കൂട്ടുകാരൊത്ത് ആ ഒരു നടക്കുന്ന ഒരു ഒരു പിക്ചറാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത്. അത്രയ്ക്ക് അടിപൊളി ഫീലിംഗ് ആണത്. അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ അത് നമുക്ക് സെറ്റ് ചെയ്യുന്ന നമ്മളിൽ ഒരു ഹാപ്പിനെസ്, അതൊക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഇത് IIT മദ്രാസിന്റെ അല്ല കേട്ടോ, ഗുവാഹട്ടിയൊക്കെ ആണെങ്കിൽ ഭയങ്കര എവിടെ ഒരു ഫ്രെയിം വെച്ചാലും അവിടെ അടിപൊളി ഫോട്ടോസ് കിട്ടുന്ന ഒരു അടിപൊളി ക്യാമ്പസ് ഒക്കെയാണ് ഗുവാഹട്ടിയൊക്കെ, റൂർക്കി ഗുവാഹട്ടിയൊക്കെ. IIT മദ്രാസ് ബാക്കി എല്ലാ IITസും അത്ര മോശമല്ല എന്നാലും. അപ്പോൾ നമുക്ക് അത്രയ്ക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇനിയിപ്പോൾ ഒരു 2-3 ദിവസം അവധിയൊക്കെ കിട്ടിയെന്ന് വിചാരിച്ചു, നേരെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുക, ബാഗിൽ ഒരു ദിവസത്തെ 2 ദിവസത്തെ ഏതെങ്കിലും ഡ്രസ് ആവശ്യമുള്ളത് എടുക്കുക, നേരെ പോവുക. ഒന്നെങ്കിൽ പോണ്ടിച്ചേരി, കന്യാകുമാരി, അല്ലെങ്കിൽ വല്ല തട വാട്ടർഫോൾസ്, അല്ലെങ്കിൽ കൊടൈക്കനാൽ, ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് പോകും. ഇനി ഇതിപ്പോൾ നിങ്ങൾ ഡൽഹിയിലൊക്കെ ആണെങ്കിൽ നേരെ ആണെങ്കിൽ വല്ല രാജസ്ഥാൻ, ആഗ്ര, മണാലി അതുപോലുള്ള സ്ഥലങ്ങളിലായിരിക്കും. അപ്പോൾ അതൊക്കെയാണ് IIT മദ്രാസിൽ. IIT മദ്രാസ് എന്നല്ല, ഏതൊരു IITയിലും ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ ഇതിനേക്കാളും നല്ല ഒരു ലൈഫ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടും. നമ്മൾ എത്ര ചെയ്യണം, ഇത്ര നാളും നിങ്ങൾ എങ്ങനെ നന്നായി പഠിച്ചോ അല്ലെങ്കിൽ നല്ലതായിട്ട് പഠിച്ചില്ലെങ്കിൽ ഇനി പഠിക്കുക, കൂടുതൽ സമയം ഉണ്ടല്ലോ. അതായത് ഇനി അതേ നല്ല എഫേർട്ട് ഇട്ട് മാക്സിമം കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാം. തരുന്ന എക്സാംസ് എഴുതാതിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർ വിചാരിക്കുക ആ സമയത്ത് കൂടെ എന്തെങ്കിലും പഠിക്കാം എന്നൊക്കെയാണ്. പക്ഷെ നമ്മൾ ഒരു എക്സാം നമ്മൾ മിമിക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ശരിക്കും ആ എക്സാം ടൈമിൽ നമ്മൾ ശരിക്കുള്ള എക്സാം ഡേയിൽ എന്താണോ ചെയ്യുന്നത് അത് തന്നെ ചെയ്യുക, അതേ പാറ്റേൺ തന്നെ ഫോളോ ചെയ്യുക. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ എക്സാം ഡേയിൽ എന്താ ചെയ്യുക, എത്ര മണിക്ക് എഴുന്നേക്കും, എത്ര മണിക്ക് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, അത് കഴിഞ്ഞ് നിങ്ങൾ എങ്ങനെ നിങ്ങൾ എക്സാം സെന്ററിലേക്ക് പോകുന്ന ഒരു ടൈം ഉണ്ടല്ലോ, ആ ടൈം വെറുതെ കിട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലും വായിക്കാം. അപ്പോൾ ആ ഒരു സംഭവം കറക്റ്റായിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ ആ ഒരു ഫ്ലോ കിട്ടും, അതൊരു പെർഫെക്റ്റ് മൈൻഡ് സെറ്റ് അവിടെ നമ്മൾ സെറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ നിങ്ങൾ ഈ ഓരോ എക്സാമിന് പോയി നിങ്ങൾ ശ്രദ്ധിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തിരിഞ്ഞുകൊണ്ടുള്ളതാണ് ഒരു കാര്യമുണ്ട്. അതായത് നിങ്ങൾ കിട്ടുന്ന റാങ്ക്, മാർക്ക്, അത് നിങ്ങളെ ഒരിക്കലും ഒരു പരിധി കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. അതായത് നിങ്ങളിപ്പോൾ ഭയങ്കരമായിട്ട് മാർക്ക് കുറഞ്ഞ ഒരു ദിവസമാണെങ്കിൽ ഈ മാർക്ക് കുറഞ്ഞു നിങ്ങൾ സങ്കടപ്പെടാനോ, നല്ല മാർക്ക് കിട്ടുന്ന ഒരു ദിവസം മാർക്ക് കൂടിയെന്ന് പറഞ്ഞാൽ സന്തോഷിക്കേണ്ട കാര്യമില്ല. കാരണം അത് ജസ്റ്റ് നിങ്ങളുടെ ആ ഒരു അതിൽ വന്ന ഒരു 20 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാമായിരുന്നു, പക്ഷെ അറിയാത്ത ഇഷ്ടം പോലെ കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളെ അത് ഒരു ഓവറായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തു. നിങ്ങൾ ജസ്റ്റ് അതിന് നിങ്ങൾക്ക് എന്തൊക്കെ അതിൽ നിന്ന് നേടാൻ പറ്റും, എന്തൊക്കെയാണ് നിങ്ങളുടെ ഡ്രോബാക്സ്, അത് മാത്രം ശ്രദ്ധിക്കണം. പിന്നെ റാങ്ക് എന്ന് പറയുന്ന കാര്യം നിങ്ങൾ ഓവറായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കാം. അത് എന്നെ ഭയങ്കരമായിട്ട് ബാധിച്ചൊരു കാര്യം. നിങ്ങൾ റാങ്ക് കുറഞ്ഞത് കൂടിയത് ഓവറായിട്ട് എക്സൈറ്റഡ് ആവുന്ന അല്ലെങ്കിൽ ഓവറായിട്ട് സങ്കടപ്പെടുന്ന ഒരാളാണ്. ലൈഫ് എന്നെ പഠിപ്പിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും അത് നമ്മുടെ കാര്യം, നമ്മൾ നമ്മുടെ കാര്യം നോക്കുക.
നമുക്ക് നമ്മുടെ എഫിഷ്യൻസി എത്രത്തോളം ഉയർത്താൻ പറ്റി, അല്ലെങ്കിൽ ഒരു 100% എഫിഷ്യൻ്റ് ആയിട്ടാണ് നമ്മൾ എക്സാം എഴുതിയത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് വന്നാലും കുഴപ്പമില്ല, നിങ്ങൾ അറിയാത്ത ഭാഗം പഠിക്കുക. അത് ഫൈനൽ ഡേയിൽ നിങ്ങൾക്ക് അത്ര അഫക്റ്റ് ചെയ്യില്ല എന്ന് ഞാൻ വ്യക്തമായി പറയാം. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക, നിങ്ങളുടെ എഫിഷ്യൻസി മെയിൻറ്റെയിൻ ചെയ്യുക, നിങ്ങളുടെ ആ കറക്റ്റ് കൂൾ മൈൻഡ് സെറ്റ് എക്സാമിൽ മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് ഇപ്പോൾ ഞാൻ മാത്സ് കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ആളാണ്. അതായത് ഇപ്പോൾ ജെയിമെയും ഫിസിക്സ് മാത്സ് ആ ഒരു ഓപ്ഷൻ ചെയ്യുന്നെങ്കിൽ അഡ്വാൻസ് ചെയ്യുമ്പോഴപ്പോഴും മാത്സ് ആദ്യം ചെയ്ത് മാത്സിൻ്റെ ഒരു എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി ലെവലായിരുന്നു എൻ്റെ മൂടെന്ന് പറയുന്നത്. അപ്പോൾ അത് ശരിക്കും അഡ്വാൻസിനെ കുറച്ച് ബാധിച്ചു. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ഒരു കൂൾ മൈൻഡ് സെറ്റ്, എന്തൊക്കെ വന്നാലും അതിനെ നമ്മൾ നേരിടുമെന്നുള്ളൊരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുക ഈ ഡ്രില്ലിൽ നടത്തുന്ന എക്സാമുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാക്സിമം എക്സാംസ് എഴുതാൻ ശ്രമിക്കുക, അതല്ലാത്ത നേരം പഠിക്കുക, ആ എക്സാംസിൻ്റെ റിവ്യൂ കറക്റ്റായിട്ട് ചെയ്യുക. പിന്നെ അങ്ങനെ ആ ഒരു കറക്റ്റ് എക്സാമിന് വേണ്ടി നിങ്ങളെ തന്നെ നിങ്ങൾ മോൾഡ് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ ലാസ്റ്റ് പറയുന്നുണ്ട്, നിങ്ങളുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത്. നിങ്ങൾ വീട്ടിലാണ് നിൽക്കുന്നത്, ചുറ്റുമുള്ള ആൾക്കാരെ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് പേഴ്സണലായിട്ടുള്ള ഒരുപാട് വിഷമങ്ങളൊക്കെ കാണും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേരൻസിനോട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ വിഷമങ്ങളുണ്ടെങ്കിൽ പേരൻസിനോട് തോന്നാൻ ശ്രമിക്കുക. ആ മെൻ്റൽ ഹെൽത്ത് ഭയങ്കരമായിട്ട് ബാധിക്കും എക്സാമിന്. അതേപോലെ തന്നെ ഫിസിക്കൽ ഹെൽത്ത്. ഞാൻ നിങ്ങൾ ഇങ്ങനെ പുറത്തുനിന്ന് ഇറങ്ങുന്നില്ല, അനങ്ങാതൊക്കെ ഇരിക്കാൻ. അപ്പോൾ ഒരു അരമണിക്കൂർ ദിവസം എന്തെങ്കിലുമൊക്കെ എക്സസൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, എല്ലാവരും ചെയ്യണമെന്നില്ല. എന്നാലും അത് ഒക്കെ നിങ്ങളെ ഫിറ്റായിരിക്കാനും ഒക്കെ സഹായിക്കും. പിന്നെ ഒന്നുമില്ലെങ്കിലും കഴിക്കുന്ന ഫുഡൊക്കെ നല്ല ഫുഡ് കഴിക്കുക, ഒരുപാട് ജങ്ക് ഫുഡ്സൊക്കെ ഒഴിവാക്കുക, ഹെൽത്തി ആയിരിക്കുക, ഈ പുറത്തേക്കൊക്കെ ശ്രദ്ധിക്കുക, ആവശ്യമില്ലാതെ പുറത്തിറങ്ങി കുറവ് നിർത്താതിരിക്കുക. നിങ്ങൾ നിങ്ങളെ നല്ലപോലെ സൂക്ഷിക്കുക, നല്ലപോലെ ഷേപ്പ് ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞ ആ ഡ്രീമില്ലേ, അത് എന്തായാലും നിങ്ങൾക്ക് നേടാൻ പറ്റും. അടുത്ത വർഷം കോളേജ് തുറന്ന് ഞാനവിടെ എത്തുമ്പോൾ നിങ്ങൾ കുറച്ച് പേരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ബൈ.